അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷർട്ടാണ്. പെൺകുട്ടികളുടെ 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഷർട്ടാണ്. അതിന് ഷോൾഡറിന് ഭയങ്കര ഇറങ്ങിക്കിടക്കുന്ന ഷോൾഡറാണ്. സാധാരണ ഒരു 16 ഇഞ്ച് ഉള്ള ഷോൾഡർ മതി. പക്ഷേ ഇതിന് ഒരു സൈഡ് മടക്കിയിട്ടപ്പോൾ തന്നെ 16 ഉണ്ട്. മടക്കിയിട്ടാൽ 8 ഇഞ്ച് വേണ്ടുന്നതിന് മടക്കിയിട്ടപ്പോൾ 16. അപ്പോൾ 16 ആകുമ്പോൾ 32 ഇഞ്ച് നൂത്തിടുമ്പോൾ 32 ഇഞ്ചുള്ള ഷോൾഡറാണ്. കണ്ട 16 ഇഞ്ച്. കാരണം നമുക്ക് മിനിമം 8 ഇഞ്ച് മതി മടക്കിയിടുമ്പം. അപ്പം ഇതൊരു 15 ഇഞ്ച് 16 ഇഞ്ച് വന്നിട്ടുണ്ട്. ഈ വലിയുന്ന തുണിയാണ്. അതൊരു മോഡലായിരിക്കും, എനിക്കറിയത്തില്ല. ഇപ്പം ഇത് ഷോൾഡർ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇവിടെ ഞാൻ പോകുന്നത്. ഷോൾഡർ നമുക്ക് ചോക്ക് വെച്ച് ഇത് ടേപ്പ് വെച്ച് അടയാളം ചെയ്യണം. 8.5 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. 8 ഇഞ്ച് മതി, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അതിനുശേഷം അത് കൈക്കുഴിയുടെ ഭാഗത്തോട്ട് വേണം അതിൻ്റെ വര പോകാൻ. നമുക്ക് കൈക്കുഴിയും ഒന്ന് അളന്നു കൊടുക്കണം, എത്ര ഉണ്ടോ. അത് ആ കൈക്കുഴിയാണ് അവിടെ അത്രയും ഭാഗം, ഷോൾഡറിൻ്റെ ഭാഗമാണ് ആ കൈക്കുഴിയുടെ ഭാഗം കിടക്കുന്നത്. വണ്ണം ഞാൻ നോക്കുവാണ്, 14 ഇഞ്ച് വണ്ണമുണ്ട് മടക്കിയിടുമ്പം. 14 വേണ്ട, ഒരു 12 ഇഞ്ച് മതി. ഞാനിത് കുറച്ചങ്ങ് വെട്ടിക്കളയും തയ്ക്കാൻ ഇതിന് ശേഷം. അപ്പോൾ കൈക്കുഴി അങ്ങ് വലുതാവും. 8.5 ഇഞ്ച് ഷോൾഡർ എടുക്കുന്ന ആ ഷോൾഡർ തന്നെ കൈക്കുഴി ഞാൻ 8.5 ഇഞ്ച് എടുക്കുക. അപ്പം ഒട്ടും ഇടാൻ പറ്റത്തില്ല. ഇത് ഷോൾഡറിന് താഴെ വന്ന് കിടക്കുന്നതുകൊണ്ട് ഭയങ്കര വൃത്തികേട്. ആ 8.5 എടുത്ത് കൈക്കുഴിയും 8.5 എടുത്ത് ഷോൾഡറിൻ്റെ ഇതിന് ബാക്കി 6 ഇഞ്ചാണ് ഞാൻ ഇതിൻ്റെ കുറയ്ക്കുന്നത്. 6 ഇഞ്ചാണ് ഇതിന് അധികം ഉള്ളത്. ഇനി ഞാൻ കട്ട് ചെയ്ത് കളയുവാണിത്. ബാക്കി ഇങ്ങനെയാണ് ഷോൾഡർ കുറയ്ക്കേണ്ടത്. നമുക്ക് ആവശ്യമുള്ളതിനകത്ത് നിന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ബാക്കി അങ്ങ് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞു. അതിന് ശേഷം ഇനി നമുക്ക് വെട്ടേണ്ടത് ഈ ഷോൾഡറിൻ്റെ ആ ഭാഗം ഉണ്ടല്ലേ, ആ ഭാഗം വെച്ച് ഇത് ഫുൾ കൈയാണ്. പക്ഷേ ഇത് 6 ഇഞ്ചും കൂടെ പോയപ്പോഴത്തേക്ക് ഇത് 3/4 ഇഞ്ച് കൈയാവും. 3/4 ആവും കൈ. കുഴപ്പമില്ല, ഷർട്ടിനത് മതി. ഇത് ലേഡീസിൻ്റെ അല്ലേ, എന്നാലേ ഇത് വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ. നമ്മൾ തയ്ച്ച് ഇട്ട് വരുമ്പോൾ ഒരുപാട് താഴെ കിടക്കുവാണിത്. ഇനി ഇതിന് വണ്ണം കൂട്ടണം. അത് നല്ല വലിയുന്ന തുണിയുവാ, നല്ല ഇതുമാണ്. പിന്നെ ഇതിന് വണ്ണം കൂട്ടണം, എന്നാലേ ആ കൈക്കുഴിക്കകത്ത് ഇങ്ങനെ വെക്കുമ്പം നമുക്ക് വെക്കാൻ പറ്റത്തില്ല. വെക്കുമ്പോൾ അത്രയും പോകുമ്പോൾ വണ്ണം ഒരുപാട് കുറയും നമ്മൾ ഇത്രയും ആകുമ്പം. ഇനി ഇതിനകത്ത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടം വരെ ബാക്കിയുള്ള ബാലൻസ് കിടക്കുന്ന അവിടെ നമ്മൾ കട്ട് ചെയ്ത് വേറെ തുണി വെച്ച് പീസ് വെച്ച് ഞാൻ കട്ട് പീസ് എടുക്കുവാണ്. ഈ വെട്ടിക്കളഞ്ഞ തുണി തന്നെ എടുക്കുവാണ്. ഒരു 3 ഇഞ്ചാണ് വേണ്ടുന്നത്. കൈ അങ്ങോട്ട് വെച്ചതിന് ശേഷം അവിടെ ഒന്ന് ഇതേമാതിരി എടുത്ത് വെച്ച് ടേപ്പ് എടുത്ത് വെച്ച് നോക്കണം. ഒരു 3.5 എടുത്തിട്ടുണ്ട്. 3 ഇഞ്ചാണ് എനിക്ക് വേണ്ടുന്നത്. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് അടയാളം ചെയ്ത് കൊടുത്താൽ മതി. കൈക്കുഴി എടുത്ത് ഷർട്ടിൻ്റെ കൈക്കുഴിയായിട്ട് എടുത്ത് വെച്ച് നോക്കുമ്പോൾ അടയാളം നല്ലതുപോലെ കിട്ടും. നമ്മൾ ആ ചരിവ് നല്ലതുപോലെ കിട്ടുക. ഇതേമാതിരി ഞാൻ വരച്ചതിന് ശേഷം വെട്ടുക. ഇനി ആദ്യം നമ്മൾ അടയാളം ചെയ്ത ഭാഗം വെച്ച് അങ്ങോട്ട് താഴോട്ട് ശകലം ഇത്രേ ഉള്ളു. ഇത്രയും മതി പീസ് തുണി. അവിടെ ഒരു കോണുണ്ട്, അവിടെ ഒന്ന് വെട്ടിക്കളയാം. ഇനി ഒരു കൈയുടെ ആയി. ഇനി ഒരു കൈയുടെയും കൂടെ വെട്ടണം. അപ്പോൾ 2 കൈക്കും കൂടെ കിട്ടും. ഈ പീസ് എടുത്ത് വെച്ച് 2 പീസും കൂടെ അങ്ങ് വെട്ടിയാൽ മതി. ഇതിങ്ങനെ വെക്കുക. തിരിച്ച് മറ്റേതും വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ച് വെക്കുമ്പം കൈ റെഡിയായി. ഇത് തയ്ച്ചതിന് ശേഷം വേണം വണ്ണം ഇത് കട്ട് ചെയ്ത് കളയാൻ, അല്ലാതെ കട്ട് ചെയ്ത് കളയരുത്. 4 പീസും അങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിഷനിലോട്ട് പോയി തയ്ക്കാം. മിഷനിൽ വന്ന് തയ്ക്കാൻ പോവുക. ഓരോ പീസ് എടുത്ത് വെച്ച് അത് പുള്ളികളും അതിൻ്റെ ആ ലൈനും ഒക്കെ ഒരേ കണക്കിരിക്കണം. ആ ഷർട്ടിൽ എങ്ങനെയാണ് ലൈൻ ഇരിക്കേണ്ടത് അതേമാതിരി തന്നെ ഇതിലും ഈ നമ്മൾ വെക്കുന്ന പുള്ളിയിൽ ഇത് പീസിനകത്തും വെച്ച് തയ്ക്കണം. അത് അങ്ങനെ നോക്കിയാണ് ഞാൻ വെച്ച് പിടിപ്പിക്കുന്നത്. ഇതേമാതിരി
എന്നിട്ട് പിൻ ചെയ്യണം. പിൻ ചെയ്താൽ നമുക്ക് തയ്ക്കുമ്പോൾ എളുപ്പം ആയിരിക്കും. രണ്ട് സൈഡിലും ഓരോരോ പിൻ ചെയ്തിട്ട് നമുക്ക് തയ്ക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാം. വേണ്ട, ഇങ്ങനെ ഇരിക്കും. ഇനി മറ്റേ സൈഡും പിൻ ചെയ്തെടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്യണം. തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ എളുപ്പമാവും. നമ്മുടെ വീട്ടിൽ തന്നെ ഇതേമാതിരി നമ്മളൊന്ന് പരിശ്രമിച്ച് നോക്കിയാൽ മതി. നമ്മൾ എവിടെയും കൊണ്ടുപോകണ്ട. തയ്ച്ചതിന് ശേഷം ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കണം. ആ പിന്നങ്ങ് നമ്മുടെ മുട്ടുപിന്നങ്ങ് മാറ്റാം. ഇനി ഒന്ന് പതിച്ച് തയ്ക്കണം. മുകളിൽ കൂടെ ഒരു അടിയും കൂടെ അടിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തയ്യൽ അഴിയാൻ സാധ്യതയുണ്ട്. പതിച്ച് തയ്ക്കുന്ന ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയായി നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതേമാതിരി അതെടുത്ത് വെച്ചങ്ങ് തയ്ച്ചാൽ മതി. ഇനി പതിച്ച് തയ്ക്കാം. ഇതേമാതിരി തന്നെ രണ്ട് കൈയും ഇതേമാതിരി തന്നെ തയ്ക്കുക. ഉണ്ട്, ഇതും ഇതേമാതിരി തന്നെ തയ്ക്കുക. അടുത്ത പീസ് ഞാൻ വെച്ച് പിടിപ്പിക്കുകയാണ്. പിൻ ചെയ്തിട്ടുണ്ട്, ഇവിടെയും പിൻ ചെയ്ത് അതേമാതിരി ഈ സെയിം തന്നെ തയ്ച്ച് രണ്ടെണ്ണവും തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറുമായിട്ട് കൂട്ടി യോജിപ്പിക്കാം, കൈക്കുഴിയായിട്ട് ഷർട്ടിൻ്റെ. കറക്റ്റായിട്ടിരിക്കുന്നതുണ്ടോ? പുള്ളി ആയതുകൊണ്ട് അറിയത്തില്ല, ഇത് തയ്യലുണ്ടെന്ന് അവിടെ അറിയത്തില്ല, പുള്ളി ആയതുകൊണ്ട്. കൈക്കുഴി ഇട്ട് വലിയ കൈക്കുഴിയാണ്, അതിനനുസരിച്ച് വേണം. എന്നിട്ട് വേണം ഇനി നമുക്ക് ആവശ്യാനുസരണം വണ്ണം കുറയ്ക്കാൻ. നമ്മൾ ഇങ്ങനെ കൈ യോജിപ്പിച്ചതിന് ശേഷം മൊത്തത്തിൽ നമുക്ക് കൂട്ടി യോജിപ്പിച്ച് 2 ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി തിരിച്ചിട്ട് ഒരടിയും കൂടെ അടിക്കണം. ഇനി ഇപ്പുറത്തെ സൈഡ് കൊണ്ടുവന്ന് കൂട്ടി യോജിപ്പിക്കാം. മൊത്തം തയ്ച്ച് തീർന്ന് ഇനി അടുത്ത ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. 2 കൈയും ഇതേമാതിരി തയ്ക്കണം. വണ്ണം വന്നിട്ട് മൊത്തത്തിൽ കൈ കൂട്ടി യോജിപ്പിക്കുകയാണ്. മുകൾ മുതൽ താഴെ വരെ, കൈയും ചെസ്റ്റും വേസ്റ്റും എല്ലാം താഴെ വരെ. ഇനി 2 സൈഡും ഇതേമാതിരി അങ്ങ് ചെയ്യുക. രണ്ട് സൈഡും തയ്ച്ചതിന് ശേഷം അടിപൊളി ആയിട്ടുണ്ട്. ഒന്നും അറിയത്തില്ല, ആരും അറിയത്തില്ല നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടെന്നും വെട്ടിക്കളഞ്ഞിട്ടുണ്ടെന്നും ഷോൾഡർ കുറച്ചിട്ടുണ്ടെന്നും. ഇത് നല്ല സുഖമായിട്ടിട്ടുകൊണ്ട് നടക്കാം കോളേജ് കുട്ടികൾക്കൊക്കെ. കണ്ട. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.